ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിച്ച ഒരു ആയത്തിന്റെ ഒരു ഭാഗം, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശങ്ക, ഏറ്റവും വലിയ നമ്മുടെ ടെൻഷൻ ഭൗതികമായ നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബമോ നമ്മുടെ ജോലിയോ ഒന്നുമല്ല. അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ കഴിഞ്ഞു പോകും. ദുന്യാവങ്ങ് കഴിഞ്ഞു പോകും. മരിക്കണ സമയത്ത് നാം ചെയ്ത പാപങ്ങൾ ഒരുപക്ഷെ നാളെ ആഖിറത്തിൽ നാം പരാജയപ്പെടാനുള്ള കാരണമായേക്കാം. മനുഷ്യ സഹജമായി എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന വീക്ക്നെസ്സുകൾ ഉണ്ടാകും. പല തെറ്റുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാകും, പോരായ്മകളുണ്ടാകും. ചെയ്യരുതെന്ന് പടച്ച റബ്ബ് പറഞ്ഞ പലതും ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പാപങ്ങളെങ്ങാനും അല്ലാഹു തആല നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ മരണാനന്തര ലോകത്ത് നമ്മൾ പരാജയപ്പെടും എന്നതിൽ തർക്കമില്ലല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷൻ വേണ്ടത് പടച്ച റബ്ബിന്റെ പാപങ്ങളൊന്ന് പുറത്തു കിട്ടുമോ ഇല്ലയോ എന്നുള്ള വിഷയം ആലോചിച്ചിട്ടായിരിക്കണം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും ടെൻഷൻ അടിപ്പിക്കുന്നത് മരണാനന്തര ലോകത്ത് മരിക്കുന്ന സമയവും മരണവും ഖബറും തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളുണ്ട്. അവിടെ എന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ തുണയായി തണലായി നമ്മെ കൈപിടിക്കാൻ നമ്മെ നൊന്തു പ്രസവിച്ച ഉമ്മ വരില്ല, നമ്മെ പോറ്റി വളർത്തിയ ഉപ്പയും വരില്ല, നമ്മുടെ കൂടെ കടന്ന സഹധർമ്മിണിയായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയും വരില്ല, നമ്മളെല്ലാം വാങ്ങിക്കൊടുത്ത് പോറ്റി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കളും വരില്ല, നമ്മുടെ സംഘടനാ നേതാക്കളോ മറ്റു രാഷ്ട്രീയ നേതാക്കളോ അവിടെ വരില്ല. എല്ലാവരും കൈവടിയുന്ന ഒരു സമയം. അതേ പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് ഈ ആയത്തിന്റെ ഈ ഭാഗം പ്രസക്തമാകുന്നത്. ഈ ആയത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് മഹാന്മാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തത്. നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, നമ്മുടെ ഏറ്റവും വലിയ സങ്കടം നമ്മുടെ പാപക്കറകളാണ്, നമ്മുടെ തെറ്റുകുറ്റങ്ങളാണ്, നമ്മുടെ വീക്ക്നെസ്സുകളാണ്. ആ സങ്കടം പറയാൻ ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉപ്പയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മെക്കാളും നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, തിരിച്ചു നാം അങ്ങോട്ട് സ്നേഹിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ മുത്തുനബി നമ്മുടെ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്, ഒരു തർക്കത്തിനും വകുപ്പില്ല. നബിദിനത്തിന്റെ പേരിലും മൗലിദിന്റെ പേരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നതിന്റെ പേരിലും തർക്കത്തിനൊരു പ്രസക്തിയുമില്ല. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായ അല്ലാഹു പറയുന്നത്, അതേ ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ അവിടെ സ്വശരീരങ്ങളോട് തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ, സ്വന്തം ശരീരത്തോട് അതിക്രമങ്ങൾ ചെയ്ത് ജാഊക നബിയേ, ജാഊക നബിയേ, അങ്ങയുടെ സബിതത്തിൽ വന്നാൽ, ജാഊക എന്ന് പറയുമ്പോൾ അത് ജീവിതകാലത്ത് വരലും അവിടുത്തെ വഫാത്തിന് ശേഷം വരലും എല്ലാം പെടുകയാണ്. ഖുർആൻ സാഹിത്യ ഗ്രന്ഥമാണ്, അതിന് വിശദീകരണങ്ങൾ പറഞ്ഞാൽ തീരുകയില്ലല്ലോ. തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് നബി അങ്ങയെ സമീപിച്ചാൽ അങ്ങനെ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ മുത്തുനബിയോട് സങ്കടങ്ങൾ പറയുകയാണ്. വസ്തഗ്ഫിറുല്ലാഹ. അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും സങ്കടം മുത്തുനബിയോട് പറയുകയാണ്. ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു. ആ സമയത്ത് അവർക്ക് വേണ്ടി റസൂലുള്ള ഇടപെടുന്നു. ഡയറക്റ്റായി പടച്ച റബ്ബിനോട് മാപ്പ് ചോദിച്ചാൽ മാത്രം പോരാ, റസൂലുള്ളാഹിനോട് സങ്കടം പറയുമ്പോ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവിടുത്തെ ഫാഇൽ റസൂലാണ്. റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു, അവരുടെ വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുന്നു. നമ്മുടെ നേതാവ് അനുയായികളായ നമുക്ക് വേണ്ടി ഇടപെടുന്ന രംഗമാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ റസൂലുള്ള ഇടപെട്ടാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ടതില്ലല്ലോ. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ.
പടച്ച റബ്ബിനെ തൗബ സ്വീകരിക്കുന്നവനായി, അവരോട് കരുണ കാണിക്കുന്നവനായി റബ്ബിനെ എത്തിക്കാൻ കഴിയുമെന്നാണ്. അതായത് വളരെ കൃത്യമായി അല്ലാഹു തആലയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു, ആ അടിമകളോട് കരുണ ചെയ്യുന്നു, അവരുടെ തൗബ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് മാത്രമല്ലല്ലോ, അവിടുത്തെ വഫാത്തിന് ശേഷം നമ്മുടെ സങ്കടങ്ങൾ റസൂലുള്ളാഹിനോട് പറയണമല്ലോ. പറയണമെന്നല്ലേ നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. ആ റസൂലുള്ളാഹിനെ വിളിക്കാത്ത നിസ്കാരമുണ്ടോ? അല്ലാഹുവിനെ മാത്രമുള്ള മുനാജാത്താകുന്ന നിസ്കാരത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കണമെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ, നേരിട്ട് മുത്തുനബിയെ വിളിച്ചിട്ട് സലാം പറയണേ. പോരാ, തഹിയ്യാത്തിന് ശേഷം സ്വലാത്തു ചൊല്ലേണ്ടത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്തു ചൊല്ലാത്ത നിസ്കാരമല്ലല്ലോ. ശേഷം അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലൽ പ്രധാനപ്പെട്ട സുന്നത്തുമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കണം, അവിടുത്തെ വിളിച്ച് സലാം പറയണം, അവിടുത്തെ പേരിൽ സ്വലാത്തു ചൊല്ലണം, അവിടുത്തെ വിളിച്ച് നമ്മുടെ സങ്കടങ്ങൾ പറയണം. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരി വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. മങ്കൂസ് മൗലിദ് ആദ്യത്തെ ഭാഗത്തുള്ള ബൈത്താണത്. എന്നാൽ അവസാന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട 3 ബൈത്തുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ബൈത്താണ് യാ സയ്യിദസ്സാദാതി ജിഅതുക ഖാസിദാ. നോക്കൂ നിങ്ങൾ, ജാഅക്കും എന്നറിയില്ല ഖുർആൻ വരണമെന്ന്, അതേ ജാഅ ജിഅതു. യാ സയ്യിദസ്സാദാതി ജിഅതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി. قد حل بما قد علمت من الأذى والظلم والضعف الشديد فاسعدي يا رب صل. ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا رب صل على النبي محمد. എല്ലാ നേതാക്കന്മാരുടെയും നേതാവായ മുത്തുനബിയെ സയ്യിദു സാദാത്തിനെ നേരിട്ട് വിളിച്ച് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയാണ്. നമ്മെ ഒന്ന് പരിഗണിക്കണേ, ഈ പാവപ്പെട്ടവനൊന്ന് പരിഗണിക്കണേ, എൻ്റെ വിഷയങ്ങളൊന്ന് ഇടപെടണേ, എൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി ഒന്ന് ഇടപെടണേ. നമ്മുടെ വീക്ക്നെസ്സുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ ദുർബലതയൊക്കെ പടച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് വിളിച്ച്, നബിയേ, ഞങ്ങൾ അങ്ങയോടുള്ള സ്നേഹമാണ്, അങ്ങയോടുള്ള സ്നേഹമാണ് ഞങ്ങൾക്കുള്ള വസീല, സ്വർഗം ലഭിക്കാനുള്ള വസീല അങ്ങാണ്, അള്ളാഹുവിൻ്റെ പക്കൽ രക്ഷപ്പെടാനുള്ള വസീല അങ്ങയാണ്, അങ്ങയല്ലാതെ മറ്റൊരു വസീലയും ഞങ്ങൾക്കില്ല. മാലേ സിവ ഹുബ്ബി ലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫളിൽ ജൂദിക അസ്അദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഈ റൂട്ടിലൂടെ പോയാൽ പെട്ടെന്ന് മഗ്ഫിറത്ത് കിട്ടും, അല്ലാഹ് നമ്മെ പരിഗണിക്കും, നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് ഈ റൂട്ടിലൂടെ പോയാൽ വിശ്വാസികളൊക്കെ സ്വർഗത്തിലെത്തിപ്പെടും. അതുകൊണ്ട് ഇതിനെ ശിർക്കാക്കണം, നേരെ ഓപ്പോസിറ്റിലേക്ക് ഇതിനെ മറച്ചിട്ടിട്ട് ഇത് നരകത്തിലേക്ക് പോകുന്ന വരികളാണെന്ന് പറയണമെന്ന് പിശാചിന്റെ അനുയായികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ നോക്കൂ നിങ്ങൾ, വളരെ ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തി പറഞ്ഞ് മുസ്ലിം സമുദായത്തിന് വിഭാഗം ആളെ തെറ്റിദ്ധരിപ്പിച്ചു പോയില്ലേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സങ്കടം പറയാതെ പിന്നെ ആരെ വിളിച്ചാണ്
സങ്കടം പറയേണ്ടത്. നമുക്ക് വേണ്ടി അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്ത നേതാവാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയുടെ അവസാനത്തേതിന് മുമ്പുള്ള ആയത്തുകളുടെ കൃത്യമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മുസ്ലിം സമുദായത്തോടുള്ള കടമയും കടപ്പാവും അവിടത്തേക്ക് നമ്മോടുള്ള കാരുണ്യമാണ്, നമ്മോടുള്ള സ്നേഹമാണ് ആ ആയത്ത് വളരെ കൃത്യമായി അണ്ടർലൈൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മുത്തുനബി നമുക്ക് തുണയാണ്, തടനാണ്. അവിടുന്ന് നമുക്ക് എല്ലാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിവെച്ചൊരു ഇസ്ലാം ഇല്ലല്ലോ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകട്ടെ.